ഹലോ മക്കൾസ്, വെൽക്കം ബാക്ക്. ഇതുവരെ നമ്മൾ ഒരുപാട് ടേംസ് പരിചയപ്പെട്ടു കഴിഞ്ഞു. കട്ട് എഡ്ജ് എന്താണെന്നും എഡ്ജ് കട്ട് എന്താണെന്നും ബോണ്ട് എന്താണെന്നും അങ്ങനെ ഒരുപാട് ടേംസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ഈ വീഡിയോയിൽ നമ്മൾ ഒരു പുതിയ ടേം പരിചയപ്പെടാൻ പോവാണ്, കട്ട് വെർട്ടെക്സ്. എ വെർട്ടെക്സ് വി ഓഫ് ജി ഈസ് എ കട്ട് വെർട്ടെക്സ് ഇഫ് ഇ ക്യാൻ ബി പാർഷ്യൻ ഇൻറ്റു two non-empty subset E1 and E2 such that G of E1 and G of E2 have just the vertex V is common. ഒരു ഗ്രാഫിലെ വെർട്ടെക്സ് വിനെ കട്ട് വെർട്ടെക്സ് എന്ന് പറയണമെങ്കിൽ കണ്ടീഷൻ ഇതാണ്: നമ്മൾ ഗ്രാഫിൻ്റെ എഡ്ജ് സെറ്റിനെ രണ്ട് പാർട്ടീഷനായിട്ട് മാറ്റണം. ദാറ്റ് ഈസ് എഡ്ജ് സെറ്റിൻ്റെ രണ്ട് സബ്സെറ്റ്സ് എടുക്കുക, ഒന്ന് E1ഉം ഒന്ന് E2. ഇനി ആ രണ്ട് എഡ്ജ് സബ്സെറ്റിൽ ഉള്ള കോമൺ വെർട്ടെക്സ് വി മാത്രമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ വെർട്ടെക്സ് വിനെയാണ് കട്ട് വെർട്ടെക്സ് എന്ന് പറയും. അതുപോലെ തന്നെ ആ വെർട്ടെക്സ് റിമൂവ് ചെയ്താൽ ഗ്രാഫ് ഡിസ്കണക്റ്റ് ആവും. അത്തരത്തിലുള്ള വെർട്ടെക്സ് ആണ് കട്ട് വെർട്ടെക്സ്. ഓക്കെ, ശ്രദ്ധിക്കുക, ഒരു വെർട്ടെക്സ് റിമൂവ് ചെയ്യുമ്പോൾ അതിലേക്ക് ഇൻസിഡൻറ്റ് ചെയ്യുന്ന എഡ്ജസും റിമൂവ് ആവും. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇതൊരു ഗ്രാഫാണല്ലോ. ഈ ഗ്രാഫിലെ ഈ വെർട്ടെക്സ് റിമൂവ് ചെയ്യുകയാണെങ്കിൽ ഇതിലുള്ള ഈ ഒരു എഡ്ജും ഈ ഒരു എഡ്ജും ഈ ഒരു എഡ്ജും എന്താവും? റിമൂവ് ചെയ്ത് പോവും. ബാക്കി നമ്മളെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. ഇതെല്ലാം റിമൂവ് ചെയ്താൽ ഇതാ ഈ രീതിയിലായിരിക്കും നമ്മളെ ഗ്രാഫ് ഉണ്ടായിരിക്കും. ഓക്കെ, അതായത് ഈ ഒരു വെർട്ടെക്സ് റിമൂവ് ചെയ്യുമ്പോൾ അതിലേക്ക് ഇൻസിഡൻറ്റ് ചെയ്യുന്ന എഡ്ജസും റിമൂവ് ആവും. ഓക്കെ, ഇനി നോട്ട് ദാറ്റ് ഇഫ് ജി ഈസ് ലൂപ്ലെസ് ആൻഡ് നോൺ ട്രിവിയൽ ദെൻ വി ഈസ് എ കട്ട് വെർട്ടെക്സ് ഓഫ് ജി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഒമേഗ ഓഫ് ജി മൈനസ് വി ഈസ് ഗ്രേറ്റർ ദാൻ ഒമേഗ ഓഫ് ജി. ജി എന്നത് ലൂപ്പില്ലാത്ത നോൺ ട്രിവിയൽ ഗ്രാഫാണെങ്കിൽ വി എന്ന കട്ട് വെർട്ടെക്സ് വി എന്നത് ഒരു കട്ട് വെർട്ടെക്സ് ആണെങ്കിൽ ഒമേഗ ഓഫ് ജി മൈനസ് വി ഗ്രേറ്റർ ദാൻ ഒമേഗ ഓഫ് ജി എന്നുള്ള ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് തിരിച്ചും പറയാം, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഒമേഗ ഓഫ് ജി മൈനസ് വി ഈസ് ഗ്രേറ്റർ ദാൻ ഒമേഗ ഓഫ് ജി ആണെങ്കിൽ ആ വെർട്ടെക്സ് വി എന്നുള്ളത് എന്തായിരിക്കും? ഒരു കട്ട് വെർട്ടെക്സ് ആയിരിക്കും. അതിൽ ജി എങ്ങനെയായിരിക്കണം? ഒരു ലൂപ്പില്ലാത്ത നോൺ ട്രിവിയൽ ഗ്രാഫ് ആയിരിക്കണം. അതായത് ഗ്രാഫ് ലൂപ്പില്ലാത്ത നോൺ ട്രിവിയൽ ഗ്രാഫ് ആണെങ്കിൽ, നോൺ ട്രിവിയൽ ഗ്രാഫ് എന്നാൽ ഒന്നിലധികം വെർട്ടെക്സ് ഉള്ള ഒരു ഗ്രാഫ്, അത്തരത്തിലുള്ള ഒരു ഗ്രാഫാണ് ജി എങ്കിൽ അതിലൊരു കട്ട് വെർട്ടെക്സ് ആണ് വി എങ്കിൽ വിനെ റിമൂവ് ചെയ്താൽ ഗ്രാഫിൽ കമ്പോണൻസിൻ്റെ എണ്ണം കൂടും. അതായത് വിനെ റിമൂവ് ചെയ്തിട്ടുള്ള ഗ്രാഫാണ് ജി മൈനസ് വി, അതിൻ്റെ കമ്പോണൻസിൻ്റെ എണ്ണം ജിയിലെ കമ്പോണൻസിൻ്റെ എണ്ണത്തിനേക്കാൾ കൂടുതലായിരിക്കും. ഓക്കെ, എന്താണ് കട്ട് വെർട്ടെക്സ് എന്നുള്ളതിൻ്റെ ഐഡിയ കിട്ടിയല്ലോ. കട്ട് എഡ്ജ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അതേ ഒരു രീതിയിൽ തന്നെ എന്താണ്, വി എന്നുള്ള ഒരു വെർട്ടെക്സ് റിമൂവ് ചെയ്യുമ്പോൾ അതിൽ കമ്പോണൻസിൻ്റെ എണ്ണം കൂടുന്നുണ്ടെങ്കിൽ അത് കട്ട് വെർട്ടെക്സ് ആയിരിക്കും. ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ ഈ ഗ്രാഫ് നോക്കുക. ഈ ഗ്രാഫിൽ റെഡ് കളറിൽ നമ്മൾ കുറച്ച് വെർട്ടെക്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ റെഡ് കളറിൽ മാർക്ക് ചെയ്ത വെർട്ടെക്സ് എല്ലാം കട്ട് വെർട്ടെക്സ് ആണ്. നോക്കുക, ആ വെർട്ടെക്സ് റിമൂവ് ചെയ്യുമ്പോൾ ഗ്രാഫിൻ്റെ കമ്പോണൻസിൻ്റെ എണ്ണം കൂടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഈ ഒരു വെർട്ടെക്സ് നമ്മൾ റിമൂവ് ചെയ്യുകയാണെങ്കിൽ ഇതൊരു കമ്പോണൻറ്റും ഇതൊരു കമ്പോണൻറ്റുമായി മാറില്ലേ? അതായത് രണ്ട് കമ്പോണൻസ് ആയിട്ട് ഗ്രാഫ് മാറും. കാരണം അതിലേക്ക് ഇൻസിഡൻറ്റ് ചെയ്യുന്ന എല്ലാ എഡ്ജസും റിമൂവ് ആവും. സോ ഇങ്ങനെ ഇതൊരു ഗ്രാഫും അതേപോലെ ബാക്കി വരുന്ന ഈ ഒരു ടേം ഒരു ഗ്രാഫുമായി മാറും. സോ കമ്പോണൻസിൻ്റെ എണ്ണം എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോ ഇതെന്താണ്? ഒരു കട്ട് വെർട്ടെക്സ് ആണ്. അതേപോലെ തന്നെ ഇതും അതുപോലെ റിമൂവ് ചെയ്താൽ എന്താവും? ഇതൊരു കമ്പോണൻ്റായി മാറും ആൻഡ് ബാക്കി വരുന്ന ഇത് ഒരു കമ്പോണൻ്റായി മാറും. ഇതിലേക്ക് വരുന്ന ഈ എഡ്ജ് അതേപോലെ ഈ എഡ്ജ് എല്ലാം റിമൂവ് ചെയ്ത് പോകും. ഓക്കെ, സോ ദെർഫോർ ഇതും എന്താണ്? ഒരു കട്ട് വെർട്ടെക്സ് ആണ്. അതുപോലെ തന്നെ ഇതിൽ എല്ലാ റെഡ് കളറിൽ മാർക്ക് ചെയ്ത വെർട്ടെക്സുകളും എന്താണ്? കട്ട് വെർട്ടെക്സിന് എക്സാമ്പിളാണ്.
സോ ഇവിടെ നമ്മൾ റെഡ് കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ള ഓരോ വെർട്ടെക്സും റിമൂവ് ചെയ്യുമ്പോൾ കമോൺസിൻ്റെ എണ്ണം കൂടുന്നുണ്ട്. സോ അത് കട്ട് വെർട്ടെക്സ് ആണ്. പിന്നെ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് ഒമേഗ ഓഫ് ജി മൈനസ് വി ഈസ് ഗ്രേറ്റർ ദാൻ ഒമേഗ ഓഫ് ജി എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാം ഇഫ് ജി ഈസ് ലൂപ്പ്ലെസ് ആൻഡ് നോൺ ട്രിവിയൽ ഗ്രാഫ് ആകുമ്പോഴാണ്. സോ ലൂപ്പ് വരുന്ന കേസിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ കണ്ടീഷൻ ഒബേ ചെയ്യില്ല. അതായത് ഇവിടെ ഈ ഒരു വെർട്ടെക്സ് ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിൽ ലൂപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ, എന്നാൽ ഇതൊരു കട്ട് വെർട്ടെക്സും ആണ്. അതായത് ഇത് റിമൂവ് ചെയ്യുമ്പോൾ കമോൺസിൻ്റെ എണ്ണം കൂടണമെന്നില്ല. കാരണം ഈ കണ്ടീഷന് ലൂപ്പ് ഇല്ലാത്ത ഒരു ഗ്രാഫിലെ സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് പിന്നീട് ഡിസ്കസ് ചെയ്യാം കേട്ടോ. സോ ഈ ഗ്രാഫിൽ നിന്ന് എന്താണ് കട്ട് വെർട്ടെക്സ് എന്നുള്ള ഐഡിയ കിട്ടിയല്ലോ. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. നെക്സ്റ്റ് നമ്മളൊരു തിയറാണ് പറയാൻ പോകുന്നത്. തിയർ ഇതാണ്: എ വെർട്ടെക്സ് വി ഓഫ് എ ട്രീ ജി ഈസ് എ കട്ട് വെർട്ടെക്സ് ഓഫ് ജി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഡി ഓഫ് വി ഈസ് ഗ്രേറ്റർ ദാൻ 1. ഒരു ഗ്രാഫ് ജി എന്നത് ഒരു ട്രീ ആണ്. ദെൻ അതിൻ്റെ ഒരു വെർട്ടെക്സ് വി എന്നത് ഒരു കട്ട് വെർട്ടെക്സ് ആണെങ്കിൽ അതിൻ്റെ ഡിഗ്രി 1 കൂടുതലായിരിക്കും. ദാറ്റ് ഈസ് ഒരു ട്രീയിലുള്ള ഒരു വെർട്ടെക്സ് വി അതൊരു കട്ട് വെർട്ടെക്സ് ആണെങ്കിൽ അതിൻ്റെ ഡിഗ്രി മോർ ദാൻ 1 ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് തിരിച്ചും പറയാം, ഒരു ട്രീയിലുള്ള ഒരു വെർട്ടെക്സിൻ്റെ ഡിഗ്രി 1 കൂടുതലാണെങ്കിൽ അത് കട്ട് വെർട്ടെക്സ് ആയിരിക്കും. ഓക്കെ, തിയറം വളരെ സിമ്പിളാണ് അല്ലേ. ഒരു ട്രീയിലുള്ള ഒരു വെർട്ടെക്സ് വി അതൊരു കട്ട് വെർട്ടെക്സ് ആണെങ്കിൽ അതിൻ്റെ ഡിഗ്രി മോർ ദാൻ 1 ആയിരിക്കും. അതേപോലെ തന്നെ ഒരു ട്രീയിലുള്ള ഒരു വെർട്ടെക്സിൻ്റെ ഡിഗ്രി 1 കൂടുതലാണെങ്കിൽ അതൊരു കട്ട് വെർട്ടെക്സ് ആയിരിക്കും. ഓക്കെ, അപ്പം ഇതാണ് തിയറം പറയുന്നത്. അപ്പം ഈ തിയറത്തിൻ്റെ പ്രൂഫ് എങ്ങനെയാണെന്ന് നോക്കാം. പ്രൂഫ് പറയുന്നതിന് മുമ്പേ ഈ തിയറം ഒരു ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് 2 രീതിയിൽ ഇത് പ്രൂവ് ചെയ്യേണ്ടി വരും. അതായത് വി എന്നുള്ളത് ഒരു കട്ട് വെർട്ടെക്സ് ആണെങ്കിൽ അതിൻ്റെ ഡിഗ്രി ഓഫ് വി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കണം. അതുപോലെ തന്നെ ഡിഗ്രി ഓഫ് വി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അതൊരു കട്ട് വെർട്ടെക്സ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. സോ നമുക്ക് ഫസ്റ്റ് പ്രൂവ് ചെയ്യേണ്ടത് വി എന്നുള്ളത് ഒരു കട്ട് വെർട്ടെക്സ് ആണെങ്കിൽ അതിൻ്റെ ഡിഗ്രി ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കുമെന്നാണ്. അഥവാ ഗ്രേറ്റർ ദാൻ ഡിഗ്രി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 അല്ലെങ്കിൽ അതൊരു കട്ട് വെർട്ടെക്സ് അല്ല എന്ന് നമുക്ക് പ്രൂവ് ചെയ്താൽ മതി. സോ suppose that G is tree and V is a vertex in G. Then we want to prove, എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? V ഒരു കട്ട് വെർട്ടെക്സ് ആണെങ്കിൽ അതിൻ്റെ ഡിഗ്രി 1 കൂടുതലായിരിക്കും. അല്ല എങ്കിൽ, അതായത് വിയുടെ വെർട്ടെക്സ് 1 കൂടുതൽ വിയുടെ ഡിഗ്രി 1 കൂടുതൽ അല്ല എങ്കിൽ, ദാറ്റ് ഈസ് 1 കുറവാണെങ്കിൽ അത് കട്ട് വെർട്ടെക്സ് ആവില്ല. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ നമുക്ക് ആദ്യം വിയുടെ ഡിഗ്രി 1 കുറവാണെങ്കിൽ വി ഒരു കട്ട് വെർട്ടെക്സ് ആവില്ല എന്ന് പ്രൂവ് ചെയ്യാം. അതാണ് നമ്മളെ തിയറത്തിൻ്റെ ഫസ്റ്റ് പാർട്ട്. ഓക്കെ, നമുക്കറിയാം ഒരു വെർട്ടെക്സിൻ്റെ ഡിഗ്രി എന്നത് ആ വെർട്ടെക്സിലേക്ക് എഡ്ജസ് എത്ര തവണ ഇൻസിഡൻറ്റ് ചെയ്യുന്നു എന്നതാണ് ആ വെർട്ടെക്സിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത്. സോ അത് നെഗറ്റീവ് വാല്യൂസ് വരില്ല, വിച്ച് ഇംപ്ലൈസ് ദാറ്റ് 1 കുറവ് ഡിഗ്രി എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ 0 ആവാം അല്ലെങ്കിൽ 1 ആവാം. സോ ഫസ്റ്റ് നമുക്ക് ഇഫ് വി ഡി ഓഫ് വി ഇസ് ഈക്വൽ ടു 0 എന്ന കണ്ടീഷൻ എടുക്കാം. വി എന്ന വെർട്ടെക്സിൻ്റെ ഡിഗ്രി 0 ആണെങ്കിൽ ഇറ്റ് മീൻസ് ദാറ്റ് no edges incident with the vertex. That is, it is a trivial graph which isomorphic to K1. അതായത് അതൊരു എന്താണ്, അത് ഇത്തരത്തിലുള്ള ഒരു വെർട്ടെക്സ് മാത്രമുള്ള ഒരു ഗ്രാഫാണ് എന്ത് ഡി ഓഫ് വി ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. ഇങ്ങനെ ഒറ്റ വെർട്ടെക്സ് മാത്രമേ ഉള്ളൂ എങ്കിൽ ഇതിൻ്റെ ഈ ഒരു വെർട്ടെക്സിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് എന്തായിരിക്കും? 0ക്ക് ഈക്വൽ ആയിരിക്കും. സോ ഈ ഗ്രാഫ് ജി ആണെങ്കിൽ ഈ ജി എന്ന് പറയുന്ന ഗ്രാഫ് ഈസ് ഐസോമോർഫിക് ടു K1. അതായത് ട്രിവിയൽ ഗ്രാഫിന് ഐസോമോർഫിക് ആയിരിക്കും. ദർഫോർ നമുക്ക് എന്ത് പറയാം? വി ഈസ് നോട്ട് എ കട്ട് വെർട്ടെക്സ്.
കാരണം എന്താണ്, ഇവിടെ വി എന്ന വെർട്ടെക്സിൻ്റെ ഡിഗ്രി 0 ആയതുകൊണ്ട് തന്നെ ഒരു എഡ്ജ് പോലും ഈ വെർട്ടെക്സുമായിട്ട് ടച്ച് ചെയ്യുന്നില്ല. സോ കട്ട് വെർട്ടെക്സിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു, എഡ്ജ് സെറ്റിൻ്റെ സബ്സെറ്റുകളിൽ കോമൺ ആയി വരുന്ന ഒരു വെർട്ടെക്സ് ആണ് കട്ട് വെർട്ടെക്സ്. സോ ഇവിടെ ഈ വെർട്ടെക്സ് അതിലുണ്ടാവില്ല. ദെർഫോർ വി ഈസ് നോട്ട് എ കട്ട് വെർട്ടെക്സ്. ഓക്കെ, ഒരു വെർട്ടെക്സിൻ്റെ ഡിഗ്രി 0 ആയി വരുമ്പോൾ അത് കട്ട് വെർട്ടെക്സ് ആവില്ല എന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ്, ഇഫ് ഡി ഓഫ് വി ഇസ് ഈക്വൽ ടു 1, ഒരു വെർട്ടെക്സിൻ്റെ ഡിഗ്രി 1 ആണെങ്കിൽ ദെൻ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? വി ഒരു കട്ട് വെർട്ടെക്സ് അല്ല എന്ന് പ്രൂവ് ചെയ്യണം. അതിനായിട്ട് സപ്പോസ് വി ഈസ് ആൻ കട്ട് വെർട്ടെക്സ്, വി ഒരു കട്ട് വെർട്ടെക്സ് ആണെന്ന് വിചാരിക്കുക. ദെൻ വി ഒരു കട്ട് വെർട്ടെക്സ് ആയതുകൊണ്ട് തന്നെ അത് റിമൂവ് ചെയ്താൽ, ദാറ്റ് ഈസ് വി എന്നുള്ളത് ഒരു കട്ട് വെർട്ടെക്സ് ആണ്. സോ ജി എന്നുള്ള ഗ്രാഫിൽ നിന്ന് വി എന്നുള്ള ആ വെർട്ടെക്സ് റിമൂവ് ചെയ്താൽ, ദാറ്റ് ഈസ് ജി മൈനസ് വി എന്ന ഒരു ഗ്രാഫ് കിട്ടും. ആൻഡ് ജി ഒരു ട്രീ ആയതുകൊണ്ട് തന്നെ, ജി നമ്മളൊരു ട്രീ ആണെന്ന് പറഞ്ഞു. സോ ജി മൈനസ് വി എന്തായിരിക്കും? ഓഫ് കോഴ്സ് ഒരു ട്രീ ആയിരിക്കും. അഥവാ ജി എന്നുള്ളതൊരു അസൈക്ലിക് ആയിട്ടുള്ള ഗ്രാഫായിരിക്കും. സോ ജി മൈനസ് വിയും അസൈക്ലിക് ആയിട്ടുള്ള ഒരു ഗ്രാഫായിരിക്കും. നമുക്കറിയാം ട്രീൻ്റെ കേസിൽ ഒരു ഗ്രാഫ് ട്രീ ആണെങ്കിൽ അതിൽ നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറയുന്നത് അതിലെ നമ്പർ ഓഫ് വെർട്ടെക്സിൽ നിന്ന് ഒന്ന് കുറച്ചതായിരിക്കും. സോ ഇവിടെ നമ്പർ ഓഫ് വെർട്ടെക്സ് എന്ന് പറയുന്നത് വി ഓഫ്, ഈ ഗ്രാഫിൽ നമ്പർ ഓഫ് വെർട്ടെക്സ് എന്ന് പറയുന്നത് വി ഓഫ് ജി മൈനസ് വി, അതായത് ജി മൈനസ് വിയിലുള്ള എത്ര വെർട്ടെക്സ് ആണോ -1 എഡ്ജസ് ആയിരിക്കും ഇതിലുണ്ടായിരിക്കുക. അതായത് ജി മൈനസ് വി എന്നുള്ള ഗ്രാഫിൽ അതൊരു ട്രീ ആയതുകൊണ്ട് തന്നെ അതിൽ വി ഓഫ് ജി മൈനസ് വി -1, അതായത് അതിൽ എത്ര വെർട്ടെക്സ് ആണോ ഉള്ളത് അതിൽ നിന്ന് ഒന്ന് കുറച്ച അത്രയും എഡ്ജസ് അതിൽ എക്സിസ്റ്റ് ചെയ്യും. സോ ബൈ ദിസ് എക്സസൈസ് നമ്മൾ പറഞ്ഞു ജി ബി എ ഗ്രാഫ് വിത്ത് വി -1 എഡ്ജസ്. ഇവിടെ വി -1 എഡ്ജസ് ഉള്ള ഒരു ഗ്രാഫാണ്. ദെൻ ദ ഫോളോയിങ് 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഈക്വാലൻസ്. സോ നമ്മൾ പറഞ്ഞു ജി മൈനസ് വി എന്നുള്ളത് ഒരു അസൈക്ലിക് ആയിട്ടുള്ള ഗ്രാഫാണ്. കാരണം ജി എന്ന് പറയുന്നത് ട്രീ ആണ്, അതൊരു അസൈക്ലിക് ആണ്. സോ ജി മൈനസ് വി എന്ന് പറയുന്നതും അസൈക്ലിക് ആയിരിക്കും. സോ അസൈക്ലിക് ആയതുകൊണ്ട് തന്നെ ഇത് ഇക്വാലൻ്റ് ആയതുകൊണ്ട് തന്നെ ജി എന്നുള്ളത് ഒരു ട്രീ ആണെന്ന് നമുക്ക് പറയാം. ലോജിക്കലി ഇത് തിങ്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഈ വെർട്ടെക്സിൻ്റെ ഡിഗ്രി 1 ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഒരു എഡ്ജ് മാത്രമാണ് ഇൻസിഡൻറ്റ് ചെയ്യുന്നുള്ളൂ. സോ ഈ വെർട്ടെക്സ് റിമൂവ് ചെയ്യുന്നത് കൊണ്ട് അവിടെ കണക്റ്റഡ് ആയിരുന്ന ഗ്രാഫ് അതല്ലാതായി മാറുന്നില്ല. കാരണം ഡി ഓഫ് വി ഈസ് ഈക്വൽ ടു 1 ആകുമ്പോൾ അത് ഗ്രാഫിലെ എൻഡ് വെർട്ടെക്സ് ആയിരിക്കും. അതായത് ഇപ്പോൾ 2 വെർട്ടെക്സ് ഉള്ള ഒരു ഗ്രാഫാണെങ്കിൽ ഇതിൻ്റെ ഡിഗ്രി ആയിരിക്കും 1, അതേപോലെ ഇതിൻ്റെ ഡിഗ്രിയും 1 ആയിരിക്കും. ഇനി 3 വെർട്ടെക്സ് ഉള്ള ഒരു ഗ്രാഫാണെങ്കിൽ ഇതിൻ്റെ ഈ വെർട്ടെക്സിൻ്റെ ഡിഗ്രി 1 ആയിരിക്കും, അതേപോലെ ഈ എൻഡ് വെർട്ടെക്സിൻ്റെയും ഡിഗ്രി 1 ആയിരിക്കും. എന്നാൽ സെൻട്രലിലുള്ളതിൻ്റെ ഡിഗ്രി എന്തായിരിക്കും? 2 ആയിരിക്കും. സോ എൻഡ് വെർട്ടെക്സിൻ്റെ ഡിഗ്രി ആയിരിക്കും 1 ആയി വരിക. സോ ഈ ജി മൈനസ് വി എന്ന ഗ്രാഫ് കണക്റ്റഡും അസൈക്ലിക്കും ആണെന്ന് കിട്ടും. സോ അതുകൊണ്ട് തന്നെ അവിടെ എഡ്ജസിൻ്റെ എണ്ണം എന്നുള്ളത് വെർട്ടെക്സിൻ്റെ എണ്ണത്തിൽ നിന്ന് ഒന്ന് കുറച്ചതായിരിക്കും. ഓക്കെ, അപ്പോൾ അതെന്താണ്? ഒരു ട്രീ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതാണ് നമ്മൾ പറഞ്ഞത് ജി മൈനസ് വി എന്നുള്ളത് ഒരു ട്രീ ആണ്. സോ ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള എന്താണ്? ജി മൈനസ് വി എന്നുള്ളത് ഒരു ട്രീ ആണെന്ന് കിട്ടി. സോ ട്രീ എന്നാൽ അത് കണക്റ്റഡ് ആയിരിക്കും. ട്രീ ആണെങ്കിൽ അത് കണക്റ്റഡ് ആയിരിക്കുമെന്ന് ഈ റിസൾട്ടിലും പറയുന്നുണ്ട്, നമുക്ക് അറിയുകയും ചെയ്യാം. സോ ജി മൈനസ് വി എന്ന് പറയുന്നത് ഒരു കണക്റ്റഡ് ആയിട്ടുള്ളതാണെന്ന് നമുക്ക് കിട്ടി. സോ കമ്പോണൻസ് ഓഫ് ജി മൈനസ് വി എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു 1 ആയിരിക്കും. ആൻഡ് വിച്ച് ഇസ് ഈക്വൽ ടു ഒമേഗ ഓഫ് ജി. കാരണം കമ്പോണൻസ് ഓഫ് ജി എന്ന് പറയുന്നതും 1 ആണ്. കാരണം ജി എന്ന് പറയുന്നതും ട്രീ ആണ്. എന്നാൽ കട്ട് വെർട്ടെക്സ് ആവാനുള്ള കണ്ടീഷൻ എന്തായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്? ഒമേഗ ഓഫ് ജി മൈനസ് വി ഈസ് ഗ്രേറ്റർ ദാൻ ഒമേഗ ഓഫ് ജി എന്നാവണം. അതാണ് കണ്ടീഷൻ. എന്നാൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്താണ്? ഒമേഗ ഓഫ് ജി മൈനസ് വി ഈസ് ഈക്വൽ ടു ഒമേഗ ഓഫ് ജി. ദെർഫോർ നമുക്ക് എന്ത് പറയാം? വി ഈസ് നോട്ട് എ കട്ട് വെർട്ടെക്സ് ഓഫ് ജി.
ഇപ്പോൾ എന്താ ഉണ്ടായെന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ട് പറയാണ്. നമ്മൾ ഈ തിയറത്തിൻ്റെ ഫസ്റ്റ് പാർട്ട് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അതായത് നോക്കുക, തിയറത്തിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിരുന്നത് ഒരു ട്രീയിലുള്ള ഒരു വെർട്ടെക്സ് അതൊരു കട്ട് വെർട്ടെക്സ് ആണെങ്കിൽ അതിൻ്റെ ഡിഗ്രി മോർ ദാൻ 1 ആയിരിക്കും. നമ്മളത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്തത്? ഒരു വെർട്ടെക്സിൻ്റെ ഡിഗ്രി മോർ ദാൻ 1 അല്ലെങ്കിൽ അതൊരു കട്ട് വെർട്ടെക്സ് ആവില്ല എന്ന് പ്രൂവ് ചെയ്തു. ഓക്കെ, അതെങ്ങനെയാണ് പ്രൂവ് ചെയ്തത്? ഒരു വെർട്ടെക്സിൻ്റെ ഡിഗ്രി മോർ ദാൻ 1 അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അതിന് ചാൻസസ് 2 ഉള്ളൂ. ഒന്നെങ്കിൽ 0 ആവാം അല്ലെങ്കിൽ 1 ആവാം. ഇഫ് ഡിഗ്രി 0 ആയി വരുന്ന കേസിൽ അതെന്തായിരിക്കും? അതൊരു ട്രിവിയൽ ഗ്രാഫായി മാറും, വിച്ച് ഈസ് ഐസോമോർഫിക് ടു ട്രിവിയൽ ഗ്രാഫ്. അതായത് അതിലേക്ക് ഒരു വെർട്ടെക്സ്, ഒരു എഡ്ജസ് പോലും ഇൻസിഡൻറ്റ് ചെയ്യുന്നില്ല. ദെർഫോർ ക്ലിയർലി നമുക്ക് എന്ത് പറയാം? വി ഈസ് നോട്ട് എ കട്ട് വെർട്ടെക്സ് എന്ന് പറയാം. ഓക്കെ, ഇൻ നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് 1 ആവാനുള്ള ചാൻസ് ആണ്. സോ ഇഫ് ഡിഗ്രി 1 ആയിട്ട് കിട്ടുകയാണെങ്കിൽ ജി എന്നുള്ളത് ഒരു ട്രീ ആയതുകൊണ്ട് തന്നെ വി എന്നുള്ളത് ഒരു കട്ട് വെർട്ടെക്സ് ആണെങ്കിൽ ജി മൈനസ് വി എന്തായിരിക്കും? അസൈക്ലിക് ആയിരിക്കും. കാരണം ജി ട്രീ ആണ്, സോ ജി അസൈക്ലിക് ആണ്. സോ അതിൽ നിന്നൊരു വെർട്ടെക്സ് റിമൂവ് ചെയ്തതുകൊണ്ട് അതിൽ സൈക്കിൾ ഫോം ചെയ്യില്ല. സോ ജി മൈനസ് വി എന്നുള്ളതും അസൈക്ലിക് ആയിട്ടുള്ള ഒരു ഗ്രാഫാണ് വിത്ത് വി ഓഫ് ജി മൈനസ് വി -1 എഡ്ജസ്. അതായത് അതിൽ എത്ര വെർട്ടെക്സ് ആണോ ഉള്ളത് അതിൽ നിന്ന് 1 കുറച്ച് കിട്ടുന്ന എത്രയാണോ അത്രയും എഡ്ജസ് ഉള്ള ഒരു ഗ്രാഫായിരിക്കും ജി മൈനസ് വി എന്ന് പറയുന്നത്. അല്ലേ, അതിൽ ഒറ്റൊരു വെർട്ടെക്സ് മാത്രമാണ് നമ്മൾ റിമൂവ് ചെയ്യുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സസൈസിലുള്ള കണ്ടീഷൻ ഈ നമ്മൾ പറഞ്ഞ ജി മൈനസ് വി എന്നുള്ള ഗ്രാഫ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ 3 കണ്ടീഷനും ഇക്വാലൻസ് ആയിട്ട് ജി മൈനസ് വി എന്നുള്ള ഗ്രാഫ് സാറ്റിസ്ഫൈ ചെയ്യും. അതായത് അത് കണക്റ്റഡ് ആണെങ്കിൽ അസൈക്ലിക് ആവും, അസൈക്ലിക് ആണെങ്കിൽ ട്രീ ആവും, ട്രീ ആണെങ്കിൽ കണക്റ്റഡ് ആവും. സോ ഇവിടെ അസൈക്ലിക് ആണ് ഈ ഗ്രാഫ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് എന്ത് പറയാം? ഈ ഗ്രാഫ് ട്രീ ആണെന്നും പറയാം. സോ ജി മൈനസ് വി ഈസ് എ ട്രീ. ഓക്കെ, ട്രീ ആണെന്ന് പറഞ്ഞാൽ ട്രീ എന്ന് പറയുന്നത് കണക്റ്റഡ് ആണ്. സോ അതിലുള്ള കമ്പോണൻസിൻ്റെ എണ്ണം 1 ആണ്. കണക്റ്റഡ് എന്ന് പറഞ്ഞാൽ കമ്പോണൻസിൻ്റെ എണ്ണം 1 ആയിരിക്കും. സോ ഒമേഗ ഓഫ് ജി മൈനസ് 1 വി ഇസ് ഈക്വൽ ടു 1 ആയിരിക്കും. അതായത് ജി മൈനസ് വിയിലുള്ള കമ്പോണൻസിൻ്റെ എണ്ണം ഈക്വൽ ടു 1 ആയിരിക്കും. അതേപോലെ തന്നെ ജി എന്ന് പറയുന്നത് ഒരു ട്രീ ആണെന്ന് നമുക്കറിയാം. സോ ഒമേഗ ഓഫ് ജി എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ ടു 1 ആണ്. ദാറ്റ് ഈസ് വി ഗെറ്റ് ഒമേഗ ഓഫ് ജി മൈനസ് വി ഇസ് ഈക്വൽ ടു ഒമേഗ ഓഫ് ജി. എന്നാൽ എന്താണ് ഒരു കട്ട് വെർട്ടെക്സിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഒമേഗ ഓഫ് ജി മൈനസ് വി ഈസ് ഗ്രേറ്റർ ദാൻ ഒമേഗ ഓഫ് ജി. അതായത് ആ വെർട്ടെക്സ് റിമൂവ് ചെയ്യുമ്പോൾ കമ്പോണൻസിൻ്റെ എണ്ണം കൂടണം. എന്നാൽ ഇവിടെ കമ്പോണൻസിൻ്റെ എണ്ണം കൂടുന്നില്ല, ഈക്വൽ ആണ്. സോ നമുക്ക് എന്ത് പറയാം? വി ഈസ് നോട്ട് എ കട്ട് വെർട്ടെക്സ് ഓഫ് ജി. ഹെൻസ് നമുക്ക് എന്ത് പറയാം? ഒരു വെർട്ടെക്സിൻ്റെ ഡിഗ്രി 1 കുറവാണെങ്കിൽ അത് കട്ട് വെർട്ടെക്സ് ആവില്ല. ദാറ്റ് ഇംപ്ലൈസ് ഒരു ട്രേയിലുള്ള ഒരു വെർട്ടെക്സ് അതൊരു കട്ട് വെർട്ടെക്സ് ആവണമെങ്കിൽ അതിൻ്റെ ഡിഗ്രി മോർ ദാൻ 1 ആയിരിക്കണം. ഇതുവരെ പറഞ്ഞത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് പാർട്ടിലേക്ക് പോവാം. ഇഫ് ഡിഗ്രി ഓഫ് വി ഈസ് ഗ്രേറ്റർ ദാൻ 1 ദെൻ എന്താണ്? വി ഒരു കട്ട് വെർട്ടെക്സ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, നോക്കുക. ഇഫ് ഡി ഓഫ് വി ഈസ് ഗ്രേറ്റർ ദാൻ 1, ഗ്രാഫിൽ വെർട്ടെക്സിൻ്റെ ഡിഗ്രി 1 കൂടുതലാണെങ്കിൽ ദർ ആർ ഡിസ്റ്റിങ്ക്റ്റ് വെർട്ടെക്സസ് യു ആൻഡ് ഡബ്ല്യു അഡ്ജസെൻറ്റ് ടു വി. അതായത് ഡിഗ്രി 1 കൂടുതലെന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 2 എങ്കിലും ഉണ്ടാവും. 1 കൂടുതൽ എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് 2 ഡിഗ്രി എങ്കിലും ഉണ്ടാവും. അതായത് 2 എഡ്ജസ് എങ്കിലും ഇൻസിഡൻറ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു വെർട്ടെക്സിന്. ഇറ്റ് മീൻസ് ദർ ആർ ഡിസ്റ്റിങ്ക്റ്റ് വെർട്ടെക്സ് യു ആൻഡ് ഡബ്ല്യു അഡ്ജസെൻറ്റ് ടു വി. അതായത് ഒരു വെർട്ടെക്സ് വി ഉണ്ടെന്ന് വിചാരിക്കുക. ആൻഡ് ഇതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് ഡി ഓഫ് വി ഇസ് ഈക്വൽ ടു 2 ആണെങ്കിൽ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഇതിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? 2 എഡ്ജസ് എങ്കിലും, 2 ആണെങ്കിൽ 2 എഡ്ജസ് എങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്? ഇൻസിഡൻറ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ 2 എഡ്ജസിൻ്റെയും എൻഡിൽ 2 വെർട്ടെക്സ് ഉണ്ടാവും. സപ്പോസ് യു ആൻഡ്
ഡബ്ല്യു. ഓക്കെ, ഇവിടെ ദ പാത്ത് യു വി ഡബ്ല്യു ഈസ് എ യു വി പാത്ത് ഇൻ ജി. ജിയിൽ യുവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഡബ്ല്യുവിൽ എൻഡ് ചെയ്യുന്ന യു വി ഡബ്ല്യു ഇത്തരത്തിലുള്ള ഒരു പാത്തിനെ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ദെൻ ബൈ ദ തിയറം ഇൻ എ ട്രീ എനി ടു വെർട്ടിസസ് ആർ കണക്റ്റഡ് ബൈ എ യുണീക്ക് പാത്ത്. അതായത് ഒരു ട്രീയിൽ രണ്ട് വെർട്ടിസസ് തമ്മിൽ കണക്ട് ചെയ്യുക ഒരു യുണീക്ക് പാത്ത് വഴി ആയിരിക്കും. കാരണം അതിൽ സൈക്കിൾസ് ഉണ്ടാവില്ല, കാരണം ട്രീയിൽ സൈക്കിൾസ് ഉണ്ടാവില്ല. അസൈക്ലിക് ആയിട്ടുള്ള ഒരു ഗ്രാഫാണ് എന്ത് ട്രീ എന്ന് പറയുന്നത്. സോ യു വി ഡബ്ല്യു എന്ന് പറഞ്ഞ ഈ പാത്ത് ഈസ് ദ യുണീക്ക് യു വി ഡബ്ല്യു പാത്ത് ഇൻ ജി. ഇറ്റ് ഫോളോസ് ദാറ്റ് ദർ ഈസ് നോ യു വി പാത്ത് ഇൻ ജി മൈനസ് വി. അതായത് വിനെ നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ യുവും ഡബ്ല്യുവും വേറൊരു കണക്ഷൻ വഴി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. യു ഡബ്ല്യു പാത്ത് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല, കാരണം ആകെ ഒരു യുണീക്ക് പാത്ത് യുവിൽ നിന്നും ഡബ്ല്യുയിലേക്ക് ഉള്ളൂ. സോ നമ്മൾ വിനെ റിമൂവ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് ജി മൈനസ് വി എന്നുള്ള ഒരു ഗ്രാഫ് ഉണ്ടെങ്കിൽ ആ ഗ്രാഫിൽ എന്തുണ്ടാവും? ദർ ഈസ് എ ബ്രേക്ക്. അതായത് യുവും വിയും കണക്റ്റഡ് ആവില്ല, യുവും ഡബ്ല്യുവും കണക്റ്റഡ് ആവില്ല. ഈ ഗ്രാഫിൽ നോക്കിയാൽ മനസ്സിലാവും. ഈ വി ഇവിടെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ യുവും ഡബ്ല്യുവും എന്താവില്ല? കണക്റ്റഡ് ആവില്ല. അവിടെ ഒരു ബ്രേക്ക് ഉണ്ടാവും. അവിടെ ഒരു ബ്രേക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അവിടെ കമ്പോണൻസിൻ്റെ എണ്ണം എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോ ആൻഡ് ദർഫോർ ദാറ്റ് ഒമേഗ ഓഫ് ജി മൈനസ് വി ഈസ് ഗ്രേറ്റർ ദാൻ 1. 1നേക്കാളും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണ്? അവിടെ ഒരു ബ്രേക്ക് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് 1 ഇവിടെ ഒമേഗ ഓഫ് ജി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈക്വൽ ടു 1 ആയിരിക്കും. കാരണം ജി എന്ന് പറയുന്നത് ഒരു ട്രീ ആയിരിക്കും. സോ ഈ 1ന് പകരം നമുക്കിവിടെ ഇത് കൊടുക്കാം. സോ ഒമേഗ ഓഫ് ജി മൈനസ് വി ഈസ് ഗ്രേറ്റർ ദാൻ ഒമേഗ ഓഫ് ജി. ഇതാണ് കട്ട് വെർട്ടെക്സിൻ്റെ കണ്ടീഷൻ അല്ലേ? ഒമേഗ ഓഫ് ജി മൈനസ് വി ഈസ് ഗ്രേറ്റർ ദാൻ ഒമേഗ ഓഫ് ജി എന്ന് പറയുന്നതാണ് കട്ട് വെർട്ടെക്സിൻ്റെ കണ്ടീഷൻ. ദസ് വി ഈസ് എ കട്ട് വെർട്ടെക്സ് ഓഫ് ജി. ദറ്റ് ഈസ് എ വെർട്ടെക്സ് വി ഓഫ് എ ട്രീ ജി ഈസ് എ കട്ട് വെർട്ടെക്സ് ഓഫ് ജി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഡി ഓഫ് വി ഈസ് ഗ്രേറ്റർ ദാൻ 1. ഓക്കെ, എന്താണ് ഐഡിയ കിട്ടിയല്ലോ? ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ശ്രദ്ധിക്കുക. ഇഫ് ഡി ഓഫ് വി ഗ്രേറ്റർ ദാൻ 1, അതായത് 1നേക്കാൾ കൂടുതലാണ് വെർട്ടെക്സ് വിയുടെ ഡിഗ്രി എങ്കിൽ ദർ ആർ ഡിസ്റ്റിങ്ക്റ്റ് വെർട്ടെക്സ് യു ആൻഡ് ഡബ്ല്യു അഡ്ജസെൻറ്റ് ടു വി. വിൻ്റെ അടുത്ത് രണ്ട് വെർട്ടെക്സ് എങ്കിലും, 1നേക്കാൾ കൂടുതൽ എന്ന് പറഞ്ഞാൽ 2 എഡ്ജസ് എങ്കിലും ഇൻസിഡൻറ്റ് ചെയ്യണം ആ വെർട്ടെക്സിലേക്ക്. സോ 2 വെർട്ടെക്സ് എങ്കിലും അതിൻ്റെ അടുത്ത് ഉണ്ടാവണം. ദ പാത്ത് യു വി ഡബ്ല്യു ഈസ് എ യു വി പാത്ത് ഇൻ ജി. സോ ജി എന്നുള്ള ഗ്രാഫിൽ എന്താണ്? ഒരു യു ഡബ്ല്യു പാത്ത് ഉണ്ടാവും വിയിലൂടെ കടന്നു പോകുന്നു. ബൈ ദ തിയറം ഇൻ എ ട്രീ എനി 2 വെർട്ടിസസ് ആർ കണക്റ്റഡ് ബൈ എ യുണീക്ക് പാത്ത്. ജി എന്ന് പറയുന്നത് ഒരു ട്രീ ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒരു യു ഡബ്ല്യു പാത്ത് വിയിലൂടെ പോകുന്ന ഒരു ഡബ്ല്യു പാത്ത് ഫൈൻഡ് ചെയ്യാൻ പറ്റിയത് കൊണ്ട് തന്നെ അതൊരു യുണീക്ക് പാത്തായിരിക്കും. സോ വിനെ നമ്മൾ അവിടെ റിമൂവ് ചെയ്യുകയാണെങ്കിൽ എന്താണ്? അങ്ങനെ ഒരു യു ഡബ്ല്യു പാത്ത് നമുക്ക് ജി മൈനസ് വിയിൽ ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല. അതായത് ദർ ഈസ് നോ യു ഡബ്ല്യു പാത്ത് ഇൻ ജി മൈനസ് വി ആൻഡ് ദർഫോർ ഒമേഗ ഓഫ് ജി മൈനസ് വി ഈസ് ഗ്രേറ്റർ ദാൻ 1. കാരണം അവിടെ ഒരു ബ്രേക്ക് എക്സിസ്റ്റ് ചെയ്യും. സോ കമ്പോണൻസിൻ്റെ എണ്ണം ഇൻക്രീസ് ചെയ്യും. ദാറ്റ് ഈസ് ഒമേഗ ഓഫ് ജി ഈസ് ഈക്വൽ ടു 1 ആണെന്ന് നമുക്കറിയാം. So we get omega of g minus v is greater than omega of g. Thus v is a cut vertex of g. Hence the proof. Clear ആയല്ലോ? ക്ലിയർ ആവാതിരിക്കില്ല, കാരണം അത്രയും സിമ്പിളായിട്ടല്ലേ ഞാൻ ഈ പ്രൂഫ് പറഞ്ഞതന്നെ. സോ ഈ തിയറവും പ്രൂഫും വളരെ സിമ്പിളാണ്. നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പം ഭയങ്കര ഡിഫിക്കൽട്ടായി തോന്നുമെങ്കിലും അതിനുള്ളിലൂടെ ചെന്നാൽ അത് സിമ്പിളാണ്. ഓക്കെ, അപ്പം ഈ തിയറ എക്സാമിന് വന്നാൽ നിങ്ങൾ എഴുതുമല്ലോ, ഷുവർ ആണല്ലോ. അപ്പം നമുക്ക് നെക്സ്റ്റ് പോവാം. നെക്സ്റ്റ് ഒരു കൊറോളറിയാണ് പറയുന്നത്. ഇതും വളരെ സിമ്പിളാണ്. എവറി നോൺ ട്രിവിയൽ ലൂപ്ലെസ് കണക്റ്റഡ് ഗ്രാഫ് ഹാസ് അറ്റ്ലീസ്റ്റ് 2 വെർട്ടിസസ് ദാറ്റ് ആർ നോട്ട് കട്ട് വെർട്ടെക്സ്.
ഇതിൻ്റെ എവിടേക്കോ സാമ്യമുള്ള ഒരു കൊറോളറി നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ട്. അത് നമുക്കിവിടെ യൂസ് ചെയ്യേണ്ടി വരും. നോക്കുക, ഈ കൊറോളറി നോക്കുക. ഏതൊരു നോൺ ട്രിവിയൽ ആയിട്ടുള്ള ലൂപ്പില്ലാത്ത കണക്റ്റഡ് ഗ്രാഫ് എടുക്കുകയാണെങ്കിലും അതിൽ 2 വെർട്ടെക്സ് എങ്കിലും കട്ട് വെർട്ടെക്സ് അല്ലാത്ത വെർട്ടെക്സുകൾ ഉണ്ടാവും. ഓക്കെ, നോൺ ട്രിവിയൽ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ വെർട്ടെക്സ് ഉള്ള ഗ്രാഫ്. ആൻഡ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? എൻഡ് വെർട്ടെക്സും സ്റ്റാർട്ടിങ് വെർട്ടെക്സും സെയിം ആയി വരുന്ന എന്താണ് എഡ്ജിനെയാണ് നമ്മൾ എഡ്ജുള്ള ഇതിനെയാണ് നമ്മൾ എന്ത് പറയാം? ലൂപ്പ് എന്ന് പറയാം. ഓക്കെ, സോ അത്തരത്തിൽ ഏതൊരു നോൺ ട്രിവിയൽ ആയിട്ടുള്ള ലൂപ്പില്ലാത്ത കണക്റ്റഡ് ഗ്രാഫ് എടുക്കുകയാണെങ്കിലും അതിൽ 2 വെർട്ടെക്സ് എങ്കിലും കട്ട് വെർട്ടെക്സ് അല്ലാത്തതായിട്ട് ഉണ്ടാവും. ഓക്കെ, ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ ഗ്രാഫ് ചൂസ് ചെയ്യാം. ഈ ഗ്രാഫ് എന്ന് പറയുന്നത് നോൺ ട്രിവിയൽ ആണ്, ഒന്നിൽ കൂടുതൽ വെർട്ടെക്സ് ഉണ്ട്, ലൂപ്പും ഇല്ല, അതായത് ലൂപ്പ്ലെസ് ആണ്, അതേപോലെ കണക്റ്റഡും ആണ്. സോ അങ്ങനെയാണെങ്കിൽ ബൈ ദിസ് കൊറോളറി നമുക്ക് എന്ത് പറയാം? ഇതിൽ അറ്റ്ലീസ്റ്റ് 2 വെർട്ടിസസ് എങ്കിലും കട്ട് വെർട്ടെക്സ് അല്ലാത്ത ഉണ്ടാവും എന്നാണ് പറയുന്നത്. സോ കട്ട് വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ ആ വെർട്ടെക്സ് റിമൂവ് ചെയ്താൽ ഇവിടെ കമ്പോണൻസിൻ്റെ എണ്ണം ഇൻക്രീസ് ചെയ്യാൻ പാടില്ല. സോ നമുക്ക് ഈ ഒരു വെർട്ടെക്സ് റിമൂവ് ചെയ്ത് നോക്കാം. ഈ വെർട്ടെക്സ് റിമൂവ് ചെയ്യുമ്പോൾ ഇതിലേക്ക് ഇൻസിഡൻ്റ് ആയിട്ടുള്ള എഡ്ജസും എന്ത് ചെയ്യും? റിമൂവ് ആയി പോകും. സോ ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുക. ഇവിടെ എന്താണ്? കമ്പോണൻസിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ട് ഈ ഗ്രാഫിൽ? ഇല്ല. ഇപ്പോഴും എന്താണിത്? കണക്റ്റഡ് ആണ്. അതായത് ഈ ഒരു വെർട്ടെക്സ് റിമൂവ് ചെയ്തത് കൊണ്ടിട്ടും ഇതെന്തായിട്ടില്ല? ഡിസ്കണക്റ്റ് ആകുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു ഗ്രാഫിൽ ഏതൊരു എഡ്ജ് റിമൂവ് ചെയ്താലും, നിങ്ങൾ റിമൂവ് ചെയ്ത് നോക്കാം, ഏതൊരു എഡ്ജ് റിമൂവ് ചെയ്താലും എന്ത് ചെയ്യുന്നില്ല? ഈ ഗ്രാഫ് ഡിസ്കണക്റ്റ് ആവുന്നില്ല. സോ ഈ ഗ്രാഫിൽ 4 കട്ട് വെർട്ടെക്സുകളുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ എന്താണ്? ഏതൊരു നോൺ ട്രിവിയൽ ആയിട്ടുള്ള ലൂപ്പില്ലാത്ത കണക്റ്റഡ് ഗ്രാഫ് എടുക്കുകയാണെങ്കിലും അതിൽ 2 വെർട്ടെക്സ് എങ്കിലും കട്ട് വെർട്ടെക്സ് അല്ലാത്ത വെർട്ടെക്സുകൾ ഉണ്ടാവും. എന്നാൽ ഇവിടെ 4 വെർട്ടെക്സ് എന്താണ്? കട്ട് വെർട്ടെക്സ് അല്ലാത്തതായിട്ടുണ്ട്. സോ ഈ ഗ്രാഫിൽ അറ്റ്ലീസ്റ്റ് 2 ഉണ്ടാവും എന്ന് പറഞ്ഞു. എന്നാൽ ഈ ഗ്രാഫിലുള്ള 4 വെർട്ടെക്സും എന്താണ്? കട്ട് വെർട്ടെക്സ് അല്ല. ഓക്കെ, ഏറ്റവും ചുരുങ്ങിയത് 2 വെർട്ടെക്സ് എങ്കിലും കട്ട് വെർട്ടെക്സ് അല്ലാത്തതായിട്ട് ഉണ്ടാവുമെന്നാണ് ഈ തിയറം പറയുന്നത്. ഓക്കെ, കൊറോളറി ക്ലിയർ ആയല്ലോ. ഇനി നമുക്കിതിൻ്റെ പ്രൂഫ് നോക്കാം. പ്രൂഫ്: ലെറ്റ് ജി ബി എ നോൺ ട്രിവിയൽ ലൂപ്പ്ലെസ് കണക്റ്റഡ് ഗ്രാഫ്. അതായത് നോൺ ട്രിവിയൽ ആയിട്ടുള്ള ലൂപ്പ്ലെസ് ആയിട്ടുള്ള ഒരു കണക്റ്റഡ് ഗ്രാഫാണ് ജി എങ്കിൽ നമുക്കറിയാവുന്ന ഒരു കൊറോളറി ഉണ്ട്. എന്താണ്? എവറി കണക്റ്റഡ് ഗ്രാഫ് കണ്ടെയ്നിങ്സ് എ സ്പാനിങ് ട്രീ. നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞ കാര്യം കേട്ടോ. സോ എവറി കണക്റ്റഡ് ഗ്രാഫ്, ഇതൊരു കണക്റ്റഡ് ഗ്രാഫാണ് ജി എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ആൻഡ് എവറി കണക്റ്റഡ് ഗ്രാഫ് കണ്ടെയ്ൻസ് എ സ്പാനിങ് ട്രീ. സോ ജി കണ്ടെയ്ൻസ് എ സ്പാനിങ് ട്രീ ടി. ഓക്കെ, നമുക്ക് എന്ത് പറയാം? ജിക്ക് ഒരു സ്പാനിങ് ട്രീ ഉണ്ടെന്ന് പറയാം. അതിന് നമുക്ക് ടി എന്നും കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു കൊറോളറി നമുക്കറിയാം. എവറി നോൺ ട്രിവിയൽ ട്രീ ഹാസ് അറ്റ്ലീസ്റ്റ് 2 വെർട്ടിസസ് ഓഫ് ഡിഗ്രി 1. അതായത് ഏതൊരു നോൺ ട്രിവിയൽ ട്രീ എടുക്കുകയാണെങ്കിലും അതിൽ 2 വെർട്ടെക്സ് എങ്കിലും ഡിഗ്രി 1 ആയി വരുന്നുണ്ടാവും എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് നോൺ ട്രിവിയൽ ആയിട്ടുള്ള ഒരു ഗ്രാഫ് ആയതുകൊണ്ട് തന്നെ എന്ത് പറയാം? ഇതിൽ അറ്റ്ലീസ്റ്റ് 2 വെർട്ടെക്സ് എങ്കിലും ഡിഗ്രി 1 ആയി വരുന്നുണ്ടാവും. ഈ ജിയിൽ അറ്റ്ലീസ്റ്റ് 2 വെർട്ടെക്സ് എങ്കിലും ഡിഗ്രി 1 ആയി വരുന്നുണ്ടാവും. ജി ഹാസ് അറ്റ്ലീസ്റ്റ് 2 വെർട്ടിസസ് ഡിഗ്രി 1. ഇനി നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച തിയറം പറയാം. തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ച തിയറം എന്തായിരുന്നു? നോക്കാം. A vertex V of a tree G is a cut vertex of G if and only if D of V is greater than 1. അതായത് ഡിഗ്രി 1നേക്കാൾ കൂടുതലായാലേ അത് കട്ട് വെർട്ടെക്സ് ആവുള്ളൂ. ഇവിടെ നമ്മൾ പറഞ്ഞു ഡിഗ്രി 1 ആയി വരുന്ന 2 വെർട്ടെക്സ് എങ്കിലും എന്നാണ് പറയുന്നത്. സോ നമുക്ക് 2 വെർട്ടെക്സ് തന്നെ എടുക്കാം. സോ 2 വെർട്ടെക്സ് ഉണ്ടെന്ന് പറഞ്ഞു. സോ ഡിഗ്രി 1നേക്കാളും കുറവായിട്ട് വരികയാണെങ്കിൽ അത് കട്ട് വെർട്ടെക്സ് ആവൂല. That is, T has at least 2 vertices that are not cut vertex. Then ഇനി നമ്മൾ let V be any such vertex. That is, V is not cut vertex. അത്തരത്തിലുള്ള ഒരു
വെർട്ടെക്സ് ആണ്, അതിൽ നിന്നുള്ള ഒരു വെർട്ടെക്സ് ആണ് വി ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത് എങ്കിൽ ഒമേഗ ഓഫ് ടി മൈനസ് വി ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും. അതായത് വി എന്നുള്ളത് പറഞ്ഞത് കട്ട് വെർട്ടെക്സ് അല്ല, അത്തരത്തിലുള്ള ഒരു വെർട്ടെക്സ് ആണ്. സോ അതിൽ നിന്ന് ടിയിൽ നിന്ന് ആ ഒരു വി റിമൂവ് ചെയ്താലും അവിടെ കമ്പോണൻസിൻ്റെ എണ്ണം കൂടൂല. വി ടിയിൽ നിന്നും റിമൂവ് ചെയ്താലും ഗ്രാഫ് ഡിസ്കണക്റ്റ് ആവില്ല. സോ കമ്പോണൻസിൻ്റെ എണ്ണം എന്താണ്? ടി മൈനസ് വി എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഓക്കെ, ഇനി ടി ആയിട്ട് നമ്മൾ എന്താണ് എടുത്തിട്ടുള്ളത്? ടി ഈസ് എ സ്പാനിങ് സബ് ഗ്രാഫ് ഓഫ് ജി ആണ്. സോ ജിയുടെ ഒരു സ്പാനിങ് സബ് ഗ്രാഫാണ് ടി എങ്കിൽ ജിയിലുള്ള എല്ലാ വെർട്ടെക്സും ടിയിലുണ്ടാവും. സോ ടിയിൽ നിന്ന് വി റിമൂവ് ചെയ്ത ഗ്രാഫ് ജിയിൽ നിന്ന് വി റിമൂവ് ചെയ്ത ഗ്രാഫിന് സബ് ഗ്രാഫ് ആയിരിക്കും. ദാറ്റ് ഈസ് ടി മൈനസ് വി ഈസ് സ്പാനിങ് സബ് ഗ്രാഫ് ഓഫ് ജി മൈനസ് വി. അതായത് ജി മൈനസ് വിയിലുള്ള എല്ലാ വെർട്ടെക്സും ടി മൈനസ് വിയിലുണ്ടായിരിക്കും. ജിൻ്റെ സ്പാനിങ് സബ് ഗ്രാഫാണ് ടി. അപ്പോൾ ജിയിലുള്ള എല്ലാ വെർട്ടെക്സും ടിയിലുണ്ടാവും. അപ്പോൾ ജിന്ന് വി റിമൂവ് ചെയ്തു, വി എന്നുള്ള ഒരു വെർട്ടെക്സ് മാത്രം റിമൂവ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അത് ടിന്നും റിമൂവ് ചെയ്യുകയാണെങ്കിൽ അത് രണ്ടും എന്താണ്? സബ് ഗ്രാഫായി വരില്ലേ? ഓക്കെ, അതായത് ജി മൈനസ് വിയിലുള്ള എല്ലാ വെർട്ടെക്സും ടി മൈനസ് വിയിലും ഉണ്ടായിരിക്കും. ദർഫോർ നമുക്ക് എന്ത് പറയാം? ഒമേഗ ഓഫ് ജി മൈനസ് വി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഒമേഗ ഓഫ് ടി മൈനസ് വി. അതായത് ഒമേഗ ഓഫ് ജി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഒമേഗ ഓഫ് ടി ആയിരിക്കും. ഇവിടെ വി എന്ന് വരുമ്പോൾ ഒമേഗ ഓഫ് ജി മൈനസ് വി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഒമേഗ ഓഫ് ടി മൈനസ് വി എന്ന് പറയും. ഇവിടെ ഒമേഗ ഓഫ് ടി മൈനസ് വി ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് എങ്ങനെ എഴുതാം? ഒമേഗ ഓഫ് ജി മൈനസ് വി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഒന്നെങ്കിൽ ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ ടി മൈനസ് വിയിലെ കമ്പോണൻസിൻ്റെ എണ്ണം കൂടുതലായിരിക്കും. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി ഇവിടെ ഒമേഗ ഓഫ് ജി മൈനസ് വി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇറ്റ് ഫോളോസ് ദാറ്റ് ഒമേഗ ഓഫ് ജി മൈനസ് വി ഈസ് ഈക്വൽ ടു 1. കാരണം ഒമേഗ എന്ന് പറയുന്നത് കമ്പോണൻസിൻ്റെ എണ്ണമാണ്. ജി മൈനസ് വിയിലെ കമ്പോണൻസിൻ്റെ എണ്ണം 1ന് ഈക്വലോ അല്ലെങ്കിൽ കുറവോ ആണോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 1 എന്നാണ് അർത്ഥം. സോ വി ഗെറ്റ് ജി എന്ന ഗ്രാഫിൽ നിന്നും വി എന്ന വെർട്ടെക്സിനെ റിമൂവ് ചെയ്താലും കമ്പോണൻസിൻ്റെ എണ്ണം കൂടുന്നില്ല, വിച്ച് ഈസ് ഈക്വൽ ടു 1. ഹെൻസ് ദാറ്റ് വി ഈസ് നോട്ട് എ കട്ട് വെർട്ടെക്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ വി ആയിട്ട് ചൂസ് ചെയ്തിട്ടുള്ള അത്തരത്തിലുള്ള 2 വെർട്ടെക്സ് എങ്കിലും ഉണ്ടാവും. ബിക്കോസ് വി ചൂസ് വി ഫ്രം അറ്റ്ലീസ്റ്റ് 2 vertices that are not cut vertex. Since there are at least 2 such vertex V, okay, that is every non-trivial loop-less connected graph has at least 2 vertices that are not cut vertex. Okay, ഈ ഒരു കൊറോളറി പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ മുമ്പ് ഉപയോഗിച്ച ഒരുപാട് തിയറംസും കൊറോളറീസും യൂസ് ചെയ്ത് കുറച്ച് നമ്മൾ എന്ത് ചെയ്തു? ലോജിക്കായിട്ട് തിങ്ക് ചെയ്തു. പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ കൊറോളറി പറയുന്നത് എവറി നോട്ട് ട്രിവിയൽ ലൂപ്ലെസ് കണക്റ്റഡ് ഗ്രാഫ് ഹാസ് അറ്റ്ലീസ്റ്റ് 2 vertices ദാറ്റ് ആർ നോട്ട് കട്ട് വെർട്ടെക്സ്. നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ജി എന്നുള്ളത് ഒരു നോൺ ട്രിവിയൽ ലൂപ്ലെസ് കണക്റ്റഡ് ഗ്രാഫായിട്ട് എടുക്കുകയാണെങ്കിൽ ഇതൊരു കണക്റ്റഡ് ഗ്രാഫ് ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം എവറി കണക്റ്റഡ് ഗ്രാഫ് കണ്ടെയ്നിങ് എ സ്പാനിങ് ട്രീ. സോ ഈ ഗ്രാഫിൽ എന്താണ്? ഒരു സ്പാനിങ് ട്രീ ഉണ്ടാവും. അതേപോലെ തന്നെ ഇത് ഒരു നോൺ ട്രിവിയൽ ഗ്രാഫ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? എവറി നോൺ ട്രിവിയൽ ട്രീ ഹാസ് അറ്റ്ലീസ്റ്റ് 2 vertices ഓഫ് ഡിഗ്രി 1. സോ ഡിഗ്രി 1 ആയി വരുന്ന 2 vertices എങ്കിലും ദർ എക്സിസ്റ്റ് 2 vertices അറ്റ്ലീസ്റ്റ് ഡിഗ്രി 1. സോ നെക്സ്റ്റ് നമുക്ക് ഒരു തിയറം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച തിയറം ഡിഗ്രി 1നേക്കാളും കുറവായിട്ട് വരികയാണെങ്കിൽ അത് കട്ട് വെർട്ടെക്സ് ആവില്ല. സോ ഡിഗ്രി 1നേക്കാളും കുറവായിട്ട് 1 ആയിട്ട് വരുന്ന 1നേക്കാളും കുറവായിട്ട് വരുന്ന എന്ന് പറയുമ്പോൾ 1 ആയിട്ട് വരുന്നതും 1 ആയിട്ട് വരുന്ന 2 വെർട്ടെക്സ് ഉണ്ടെന്ന് പറഞ്ഞു. സോ അതെന്തായി വരില്ല? കട്ട് വെർട്ടെക്സ് ആയി വരില്ല എന്ന് നമുക്ക് മനസ്സിലായി. ആൻഡ് അത്തരത്തിലുള്ള ഒരു വെർട്ടെക്സ് ആയിട്ടാണ് നമ്മൾ വിനെ ചൂസ് ചെയ്യുന്നത്. വി ബി എ എനി സച്ച് വെർട്ടെക്സ്
then omega of t minus v is equal to 1. And since t is a spanning subgraph of g, t minus v is a spanning subgraph of g minus v. Okay. And therefore omega of g minus v is less than or equal to omega of g minus 1. പിന്നെ ഒമേഗ ഓഫ് ജി മൈനസ് വി എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു ഒമേഗ 1 എന്ന് നമുക്കറിയാം. സോ നമുക്ക് ഇറ്റ് ഫോളോസ് ദാറ്റ് ഒമേഗ ഓഫ് ജി മൈനസ് വി ഇസ് ഈക്വൽ ടു 1. ഹെൻസ് ദാറ്റ് വി ഇസ് നോട്ട് എ കട്ട് വെർട്ടെക്സ് ഓഫ് ജി. അതായത് കമോൺസിൻ്റെ എണ്ണം ജി റിമൂവ് വി എന്നുള്ള വെർട്ടെക്സ് റിമൂവ് ചെയ്യുന്നത് കൊണ്ട് കമോൺസിൻ്റെ എണ്ണം കൂടുന്നില്ല. ദെർഫോർ അതൊരു കട്ട് വെർട്ടെക്സ് അല്ല. ഓക്കെ. ഹെൻസ് ദ പ്രൂഫ്. നമ്മൾ ഓരോ പ്രൂഫും വളരെ സിമ്പിളായിട്ട് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഈ വീഡിയോയിൽ ഇതുവരെ പറഞ്ഞതെല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആവുന്നുണ്ടെങ്കിൽ ഒരു റെഡ് ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എൻ്റെ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്